ഇന്ന് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. എവിടെയാണെന്നല്ലേ പറയാം. കുറച്ച് ദൂരത്തുണ്ട് കേട്ടോ. ഈ പോകുന്നിടത്ത് കുറച്ച് പഞ്ച്വാലിറ്റി ഒക്കെ വേണം. അയ്യോ, ഇതല്ല കേട്ടോ സ്ഥലം. പുറത്തോട്ട് കഴിയുമ്പോൾ ഭയങ്കര ചൂട്. എന്നാൽ പിന്നെ ഉള്ളൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു ഷേക്ക് കുടിക്കാമെന്ന് വെച്ചു. നല്ല ഷേക്ക് കേട്ടോ. ഒരാശ്വാസമായി. യെസ്, അങ്ങനെ ഞാൻ എത്തി ഗൈസ്. ഞാൻ എല്ലാ മാസവും എനിക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഏക സ്ഥലം ഡെൻ്റൽ ക്ലിനിക്ക്. എൻ്റെ പല്ലിന് കുറച്ച് ഗ്യാപ്പുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ 1 വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. ഒരു ബ്യൂട്ടിഫിക്കേഷനെ. ഞാൻ മാത്രമല്ല, എന്നെ നോക്കുന്ന ഡോക്ടർ വന്ന് എൻ്റെ പല്ല് മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും, എവിടെ കൊല്ലം പൊട്ടിയിട്ടുണ്ടോയെന്നൊക്കെ. ആദ്യത്തെ 2-3 മാസം ഞാൻ എപ്പോഴും പൊട്ടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. പാവം ഡോക്ടർ പിന്നെ ഒന്നും പറയത്തില്ല. പിന്നെ ഞാനത് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. വരുന്നു, കമ്പി ഉരുന്നു, അടുത്ത കമ്പി ഇടുന്നു, മുറുക്കുന്നു. മുറുക്കുമ്പോൾ എന്നാ പെയിനാന്നറിയാം. എനിക്കറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഡോക്ടർ വരുമ്പോൾ എപ്പോഴും താഴത്തെ പല്ല് മാത്രം നോക്കുന്നത്. എനിക്കറിയത്തില്ല ഡോക്ടറിന് ഇത്രയ്ക്കും പ്രേമമാണ് താഴത്തെ പല്ലിനോട്. പക്ഷെ മുകളിലത്തെ പല്ലിലാണ് ഗ്യാപ്പ് കൂടുതലും. ഞാൻ ഡോക്ടറിനോട് ഇത് തന്നെ ചോദിച്ചത്. അപ്പോൾ ഡോക്ടറിന് താഴത്തെ പല്ല് ശരിയാക്കിയിട്ടാണ് മുകളിലത്തെ പല്ല് ശരിയാക്കേണ്ടത്. എന്നാലേ അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റ് ആകത്തുള്ളൂ. ഡോക്ടറിനാണല്ലോ ഇതിനെപ്പറ്റി കൂടുതലറിയാം. അപ്പം ഞാനൊന്നും പറയത്തില്ല, ചോദിക്കുന്ന എല്ലാത്തിനും പിന്നെ ഞാൻ ശരി ഡോക്ടറെ, ഓക്കെ അങ്ങനെ പറഞ്ഞു നിർത്തും. അങ്ങനെ ഈ മാസത്തെ പല്ലുമുറുക്കൽ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം മുഴുവൻ റെസ്റ്റാണ്. നല്ല പെയിനാണ് കേട്ടോ. പിന്നെ ഏതൊരു നല്ല കാര്യത്തിനും കുറച്ച് വേദനിക്കാൻ നല്ലതാണെന്നാണല്ലോ പറയുന്നത്. അപ്പം ശരി, ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.